ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചക്കക്കുരുവും മാങ്ങായും കറി വെക്കാൻ വേണ്ടി പോവുകയാണേ. ഇന്ന് നമുക്ക് ചക്ക കുറച്ച് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചക്കക്കുരു എടുത്ത് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് രണ്ട് മാങ്ങയും പറിച്ച് എനിക്ക് പിന്നെ ചക്കക്കുരുവും മാങ്ങയും കറി വെക്കാമെന്ന് വിചാരിച്ച് ആദ്യം ചക്കക്കുരു എല്ലാം വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. കുക്കറിൽ ഒരു 3 വിസിലടിച്ചാൽ മതിയായിരിക്കും. ചില ചക്കക്കുരു അധികം വേവേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന. ചിലത് സമയം എടുക്കും. ഇതൊരു 3 വിസിലടിച്ചപ്പോഴത്തേക്കും വെന്ത് കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു മാങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട്, ചക്കക്കുരു കുറച്ചുണ്ട്. ചക്കക്കുരു വെന്തിട്ട് അതിലേക്ക് മാങ്ങ ഇട്ട് വേവിക്കുകയാണ്. മാങ്ങ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. മാങ്ങ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ മാങ്ങ വേകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു ടേസ്റ്റല്ലേ ചെറിയ ഉള്ളി ചേർക്കുന്നത്. തേങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ശകലം എരിവിരുന്നോട്ടെ എന്ന് വിചാരിച്ച്, 3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചുവന്നുള്ളി എത്ര ചേർക്കുകയാണോ അത്രയും ടേസ്റ്റ്. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളേ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കറി അങ്ങോട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും മാങ്ങയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിത് ചേർത്ത്, പിന്നെ നമ്മൾ ഇതിലേക്ക് വറവാണ് ആവശ്യത്തിൽ. വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, എനിക്ക് കുറച്ച് കടുക് അധികം ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, വറ്റൽമുളക് ഇതെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമ്മളിതിട്ടിട്ട് കറിക്കകത്തോട്ട് വെച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. നമ്മൾ പിന്നെ കഴിക്കാൻ നേരം ആകുമ്പോഴേ തുറക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങ് വയ്ക്കുക. കണ്ടില്ലേ, കറിയൊക്കെ അടിപൊളി സെറ്റായി. ചിലരിത് മൂപ്പിക്കുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കും. അത് ചെറിയ കളറുണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇപ്പം എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കുക. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചക്കക്കുരു മാങ്ങ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ എൻ്റെ ചെറുതായിരുന്നപ്പോൾ മുതൽ ചക്ക പുഴുക്ക്, ചക്കക്കുരു കറി അങ്ങനെ കുറേ കഴിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കിട്ടുമ്പം എന്താ പറയുക, ഭയങ്കര ഒരു സ്പെഷ്യലാണ്. പിന്നെ ഇതിഷ്ടമുള്ളവരെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ലവ് യു ആൻഡ് ബൈ.